ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2244. ഇന്ന് ഫെബ്രുവരി മാസം 21-ാം തീയതി, 52-ാമത്തെ ദിവസത്തിലെത്തി. ഇന്ന് വലിയ നോമ്പ് 6-ാം ദിനമാണ്. വിശുദ്ധനായ മത്തായി ശ്ലീഹ തന്റെ സുവിശേഷത്തിന്റെ അവസാന അധ്യായത്തിൽ യേശുവിന്റെ ഒടുവിലത്തെ മൊഴി ഇങ്ങനെ രേഖപ്പെടുത്തുന്നുണ്ട്: യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ലോകാവസാനത്തോളം, യുഗാന്ത്യത്തോളം കൂടെ ഉണ്ടാവുമെന്ന് ഉറപ്പു തന്ന ക്രിസ്തു യേശു തിരിച്ച് നമുക്കുമൊരു ഉറപ്പ് കൊടുക്കാനായിട്ട് നമ്മളെപ്പോഴാണ് അതിനനുസരിച്ച് വളരുകയും ബലപ്പെടുകയും നിലപാടുള്ള ആളായി മാറുകയും ചെയ്യുക. അവിടുത്തോടൊപ്പം ഞാനും ഉണ്ടെന്ന് ഓർത്തു നോക്കിയാൽ, ഉൽപ്പത്തി മുതലേ ദൈവം മനുഷ്യനെ പഠിപ്പിക്കാൻ ശ്രമിച്ച കാര്യം ഇതായിരുന്നു. പറുദീസായിലെ വൈകുന്നേരങ്ങളൊന്ന് ഓർത്താൽ മതി. ആ സായാഹ്നങ്ങളിൽ ദൈവം മനുഷ്യനോടൊത്ത് നടക്കാനിറങ്ങിയ കഥകളൊക്കെ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ വിവരിക്കുന്നില്ലേ? നമ്മൾ വല്ലപ്പോഴുമെങ്കിലും ഒന്ന് വായിക്കണ്ടേ? എന്നാൽ ആദ്യത്തെ ഇടർച്ചയോടുകൂടി എന്താ പിന്നെ സംഭവിച്ചത്? ഒരു വലിയ ദുരന്തം തന്നെയാണ്. നമ്മളിതുവരെയും ഒരുപക്ഷെ അത് അങ്ങനെ തിരിച്ചറിഞ്ഞിട്ടില്ലായിരിക്കാം. ദൈവത്തിനും മനുഷ്യനിടയിൽ ഒരു വലിയ വിടവുണ്ടായി. അത്രത്തോളം അവർ പരസ്പരം അകന്നുപോയി. അകന്നത് പക്ഷേ ദൈവമല്ല, പിന്നെ യുഗാന്ത്യത്തോളം ഞാൻ കൂടെയുണ്ടെന്ന് പറഞ്ഞ ദൈവം എങ്ങനെയാണ് അകന്നു പോവുക? അകന്നത് മനുഷ്യനാണ്. അത് വല്ലാത്തൊരു ഇടർച്ചയും അതേ തുടർന്നുണ്ടായ അകലവുമൊക്കെയാണ്. ദൈവം പിന്നെയും പിന്നെയും മനുഷ്യനെ പിന്തുടരുന്നുണ്ട്, സമീപിക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. ഇസ്രായേലിന്റെ ചരിത്രം പോലും ദൈവം മനുഷ്യനോടൊത്ത് നടത്തിയ യാത്രയുടെ വിവരണങ്ങളാണ്. അവിടെ കുറെ അധികം പേർ ദൈവത്തോട് ഗാഢമായ ബന്ധത്തില്, സൗഹൃദത്തില് കഴിഞ്ഞവരാണ്. അബ്രഹാമാണ് അവരുടെ മുൻനിരയിൽ. അബ്രഹാമിന്റെ വിശ്വസ്തത കണ്ടിട്ട് അബ്രഹാമിൽ നിന്ന് ഒന്നും മറച്ചു പിടിക്കാൻ പോലും ദൈവത്തിന് ഒട്ടും കഴിയുന്നില്ല. അത്ഭുതം തോന്നും വായിക്കുമ്പോൾ, ഒരു ഞടുക്കവും. സോദോം ഗോമോറയെ കുറിച്ച് ദൈവം ഒരു തീരുമാനമെടുക്കാൻ ഒരുങ്ങുമ്പോൾ, 2 പട്ടണങ്ങളെയും അങ്ങ് നശിപ്പിക്കാൻ ദൈവം തീരുമാനിക്കുമ്പോൾ, ദൈവം ഇങ്ങനെ ഒരു ആത്മകഥം പറയുന്നുണ്ട്: ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം അവനിൽ നിന്ന്, ആരിൽ നിന്നാണ്? എൻ്റെ പ്രിയപ്പെട്ട വിശ്വസ്തനായ അബ്രഹാമിൽ നിന്ന് മറച്ചു വെക്കണം. അങ്ങനെയാണ് ദൈവം സ്വയം ചോദിക്കുന്നത്. എന്നിട്ടാണത് അബ്രഹാമിനോട് പറയുന്നത്. അവിടെയാണ് അബ്രഹാം ഇങ്ങനെ ദൈവത്തോട് ഇങ്ങനെ ഒരു ലേലം വിളി ആരംഭിക്കുന്നത്. എന്ത്? 50 നീതിമാന്മാരുണ്ടെങ്കിൽ അങ്ങ് ആ പട്ടണങ്ങളെ നശിപ്പിക്കുകയൊക്കെ. അത്രത്തോളം മനുഷ്യനെ ദൈവം ചേർത്ത് പിടിക്കുന്നുണ്ട്, മനുഷ്യനോടൊത്ത് സഞ്ചരിക്കുന്നുണ്ട്. ഈ നോമ്പിന്റെ നാളുകളിൽ നമുക്കും കുറച്ചുകൂടി ബോധ്യത്തോടുകൂടി, കുറച്ചുകൂടി അവബോധം ഉൾക്കൊണ്ട് ആ ദൈവത്തിൻ്റെ ഒപ്പം സഞ്ചരിക്കാം. ആമേൻ.